ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശിവനാണെങ്കിൽ ശാലിനിയും കുട്ടികളെയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ചന്ദ്രയൊക്കെ ഉണ്ട്, പിന്നെ സായത്തിന് റാണിയൊക്കെ ഉണ്ട്. അതിനുശേഷമാണെങ്കിൽ പിറ്റേന്നാണെന്ന് തോന്നുന്നു സത്യഭാമയാണെങ്കിൽ അവിടെ അതോ രാത്രിയാണെന്ന് കാണിക്കുന്നില്ല. ഭാമയാണെങ്കിൽ രാഘവൻ നായർക്ക് അവിടെ ഗുളികയായിട്ട് വെള്ളമൊക്കെ ആയിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ രാഘവൻ നായരെ അവിടെ കാണുന്നില്ല. അന്നേരം അവിടെയൊക്കെ നോക്കുകയാണ്, രാഘവേട്ടാന്ന് വിളിച്ചുകൊണ്ട് പിള്ളയും നോക്കുന്നുണ്ട്, രാഘവ സാറേ എന്ന് വിളിച്ചുകൊണ്ട് മുറ്റത്തും ഗേറ്റിന് വെളിയിലും ഒക്കെ പോയി നോക്കുകയാണ്. പക്ഷേ രാഘവൻ നായരെ അവിടെ എങ്ങും കാണുന്നില്ല. പുള്ളി എവിടേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ് മുമ്പത്തെ പോലെ. അന്നേരമാണെങ്കിൽ ഭാമയാണെങ്കിൽ ശിവനെ ഫോൺ ചെയ്യുന്നുണ്ട്. ശിവ, രാഘവേട്ടനെ എവിടെയെങ്ങും കാണാനില്ല എന്ന് പറയുമ്പോൾ കാണുന്നില്ലെന്നോ എന്നും പറഞ്ഞിങ്ങനെ ശിവൻ എഴുന്നേൽക്കുകയാണ്. അന്നേരം പിന്നെ ഭാമ പറയുന്നുണ്ട്, ഇവിടെ എങ്ങും കാണുന്നില്ല, ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കി, എങ്ങോട്ടാ ഇറങ്ങിപ്പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ ആകില്ല, അച്ഛനെ കാണാനില്ല എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ അകത്തെ റൂമിൽ നിന്നും ഇങ്ങനെ ശിവൻ്റെ ഒരു സംസാരമൊക്കെ കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു സീനി കാണിക്കുന്നത്. ഇനി മിക്കവാറും രാഘവൻ നായർ ഇവരോടൊപ്പം ഇങ്ങോട്ടത്തേക്ക് വരുമോ, ഇനി വീടറിയാമോ, ഇനി ശിവൻ്റെ താമസ സ്ഥലം തിരക്കി ഇങ്ങോട്ടത്തേക്ക് വരുമോ ഇല്ലേ എന്നുള്ളതാണ്. ശാലിനിയും കുട്ടികളെയൊക്കെ ഇറക്കി വിട്ടല്ലോ, അപ്പോൾ എന്താണ് കാര്യമെന്ന് രാഘവൻ നായർ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇനി ഇവരുടെ അടുത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായിരിക്കും സത്യഭാമയാണെങ്കിൽ ഒരു ഓട്ടോയിൽ പോകുന്ന സീൻ മുമ്പ് ഒരു സ്റ്റോറി എന്ന പോലെ കണ്ടിട്ട് ഇനി രാഘവൻ നായരെ തിരക്കി പോകുന്നതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇനി ശിവൻ്റെ കൂടെ ശാലിനിയും കുട്ടികളുമൊക്കെ താമസമുണ്ട് എന്ന് പറയുമ്പോൾ ഭാമയുടെ അവസ്ഥ എന്താകും എന്നുള്ളതൊക്കെയാണ്. ഇനി രേഷ്മ ഇനി എപ്പോഴാണ് ഭാമയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നതും അവർ പറയുന്ന കേൾക്കാനൊക്കെ ഒരു മനസ്സ് ഭാമ കാണിക്കുന്നത് എന്താകും എന്നുള്ളതൊക്കെ കാണാം. പിന്നെ ശാരിയുടെ കുഞ്ഞിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് അവരുടെ മൂർത്തിയുടെ വീട്ടിലേക്ക് എത്തപ്പെടും എന്ന് തന്നെയാണ് അവിടെ ഒരു ജ്യോത്സ്യം പറയുന്നത്. അവിടേക്ക് തന്നെ എത്തുമോ എന്നുള്ളതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.